Layered approach. The layered approach divides the OS into several layers. Each layer has well-defined functionalities and input-output. The bottom layer interfaces with machine hardware and top layer interfaces with user. ഇനി ലെയർഡ് അപ്രോച്ചിലാണെന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കും. ഓരോ ലെയേഴ്സിനും വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷണാലിറ്റീസ് കാണും, അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ടും. ലെയേർഡ് എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും ബോട്ടം ലെയർ ഹാർഡ്വെയറുമായിട്ടും ടോപ്പ് ലെയേഴ്സ് യൂസറുമായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. The classical example of layered approach is THE, multi-programming OS with 6 layers. Another one is Multix OS. The operating system എന്ന് പറയുന്നത് നമ്മുടെ ലെയർഡ് അപ്രോച്ചിന് ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ്. അതിൻ്റെ കൺസെപ്റ്റ് കൊണ്ടുവന്നത് എഡ്ഗർ ഡബ്ല്യു ഡിജിസ്ട്രാസ് ആണ്. മാത്സിൽ ഗ്രാഫ് തിയറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഡിജിസ്ട്രാസ് ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതം എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാമിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതിൽ ലെയേർഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ലെയേർഡ് അപ്രോച്ച് എന്ന് പറയുന്നത് 6 ലെയേഴ്സ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുക. അതിൽ 0, 1, 2, 3, 4, 5. ഇപ്പോൾ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് പ്രോസസ് അലോക്കേഷൻ ആൻഡ് സിങ്ക്രണൈസേഷൻ മീൻസ് പ്രോസസ് ഷെഡ്യൂളിംഗ് ആണ് ഈ പറയുന്ന ലെയറിൽ ചെയ്യുന്നത്. ഹാർഡ്വെയറുമായിട്ട് അടുത്ത് നിൽക്കുന്ന ബോട്ടം ലെയർ ആണ് പ്രോസസ് സിങ്ക്രണൈസേഷൻ ലെയർ. സീറോത്ത് ലെയർ പ്രോസസ് അലോക്കേഷൻ ആണെങ്കിൽ ലെയർ 1 എന്ന് പറയുന്നത് മെമ്മറി അലോക്കേഷനും മെമ്മറി ഹാൻഡ്ലിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇനി ലെയർ 2 എന്ന് പറയുന്നത് കൺസോൾ മെസ്സേജ് ഹാൻഡ്ലേഴ്സ് ആണ്. മീൻസ് യൂസറിന് കൺസോളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ലെയർ 2 യൂസ് ചെയ്യുന്നത്. ലെയർ 3 എന്ന് പറയുന്നത് ബഫറിംഗ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡേറ്റ സ്ട്രീം. നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് റിസീവ് ചെയ്യുകയോ സെൻഡ് ചെയ്യുകയോ ചെയ്യുന്ന ഡേറ്റാസിനെ ബഫർ ചെയ്യുക എന്നുള്ളതാണ് ലെയർ 3 ചെയ്യുക. ലെയർ 4 എന്ന് പറയുന്നത് യൂസർ പ്രോഗ്രാംസ് ആണ്. ലെയർ 5 ഇറ്റ്സെൽഫ് എ യൂസർ ആണ്, മീൻസ് ഓപ്പറേറ്റർ ആണ്. ഇനി അതിൽ രണ്ടാമത് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞത് മൾട്ടിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. മൾട്ടിക്സ് എന്ന് പറയുന്നത് 1969 ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ബെൽ ലബോറട്ടറീസ് തന്നെയാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. മൾട്ടിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് മൾട്ടിപ്ലെക്സ്ഡ് ഇൻഫർമേഷൻ ആൻഡ് കമ്പ്യൂട്ടിംഗ് സർവീസ് എന്നാണ്. ജസ്റ്റ് ഒന്നുകൂടെ പറയാം. നമ്മുടെ ലെയർഡ് അപ്രോച്ചിൽ പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ലെയർഡ് അപ്രോച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ലെയർഡ് അപ്രോച്ചിൽ തന്നെ OSനെ ഡിവൈഡ് ചെയ്ത് സെവറൽ ലേയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ലേയേഴ്സിനും വെൽ ഡിഫൈൻഡ് ഫങ്ഷണാലിറ്റീസ് ആണുള്ളത്. ബോട്ടം ലെയർ എപ്പോഴും ഹാർഡ്വെയർ ആയിട്ടും ടോപ്പ് ലെയർ എപ്പോഴും യൂസറുമായിട്ടായിരിക്കും ഇൻട്രാക്ട് ചെയ്യുക. ഒരു എക്സാമ്പിൾ, ക്ലാസിക്കൽ എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നത് ദ മൾട്ടി പ്രോഗ്രാമിംഗ് OS ആണ്. THE മൾട്ടി പ്രോഗ്രാമിംഗ് OS. അതിൽ 6 ലെയേഴ്സ് ആയിട്ടാണുള്ളത്. ഓരോ ലെയേഴ്സിന് ഓരോ ഫങ്ഷണാലിറ്റീസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ രണ്ടാമതൊരു എക്സാമ്പിളായിട്ട് പറയുന്നത് മൾട്ടിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇനി രണ്ടാമതൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ മോഡുലാർ ആയിട്ട് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. മോഡുലാർ ഡിസൈൻ the system is divided into several modules. Each module is designed independently, so each module can be designed, code and test independently. രണ്ടാമത്തൊരു കാറ്റഗറി പറയുന്നത് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ മോഡ്യൂളായിട്ട് ഡിസൈൻ ചെയ്യാമെന്നുള്ളതാണ്. മോഡ്യൂൾ മീൻസ് ലെയേർഡ് ആണെങ്കിൽ 1 by 1 ആയിട്ടാണ് ലെയർ വരുന്നത്.
ഇത് ബോട്ടം ലെയർ, ഇത് ടോപ്പ് ലെയർ. ടോപ്പ് ലെയർ എപ്പോഴും യൂസറായിട്ടും ബോട്ടം ലെയർ എപ്പോഴും ഹാർഡ്വെയറുമായിട്ടും ആയിരിക്കും ഇൻട്രാക്ട് ചെയ്യുക. ഇനി രണ്ടാമത് പറയുന്നത് OSനെ നമുക്ക് മോഡ്യൂളായിട്ട് ഡിസൈൻ ചെയ്യാമെന്നുള്ളതാണ്. ഇങ്ങനെ മോഡ്യൂളായിട്ട് ഡിസൈൻ ചെയ്യുമ്പം ഓരോന്നിനും ഓരോ സ്പെഷ്യൽ ഫങ്ഷണാലിറ്റീസും, എന്നാൽ ആ ഫങ്ഷണാലിറ്റീസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളതുമാണ്. തമ്മിൽ കണക്ഷൻ വേണമെന്നില്ല. ഉണ്ടെങ്കിൽ മാത്രം ആവശ്യമുള്ള മോഡ്യൂൾസിനെ ഇൻട്രാക്ട് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കോഡിംഗ് ആണെങ്കിലും ടെസ്റ്റിംഗ് ആണെങ്കിലും ഓരോന്നിനെ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും അത് അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇപ്പോൾ പുതിയൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്ന സമയത്ത് എനിക്കൊരു പുതിയൊരു മോഡ്യൂൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എനിക്ക് ആ മോഡ്യൂൾ ഡിസൈൻ ചെയ്യുകയും അതിൽ കോഡിങ്ങും ടെസ്റ്റിങ്ങും എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് മോഡുലാർ ഡിസൈൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇത് തന്നെയാണ് ലെയേർഡ് അപ്രോച്ചിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ദ ലെയേർഡ് OS, the operating system functions must be carefully assigned to various layers because a layer can make use only of the functionalities provided by bottom layers. കാര്യം ലെയേർഡ് അപ്രോച്ചിൽ ബോട്ടം ലെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ കണ്ടിന്യൂഷനാണ് ബാക്കിയുള്ള എല്ലാ ലെയേഴ്സും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ലെയേഴ്സും ഡിപ്പെൻഡഡ് ആണ്. ഇതാണ് ലെയേർഡ് അപ്രോച്ചിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്.